കുഞ്ഞുങ്ങളുടെ കളിച്ചിരികൾ ഒഴിയാത്ത വീടായിരുന്നു കൃഷ്ണകുമാറിന്റെയും സിന്ധു കൃഷ്ണയുടെയും. അധികം പ്രായവ്യത്യാസമില്ലാതെ പിറന്ന 4 പെൺമക്കൾ. ഇനി ഈ വീട്ടിലേക്ക് വളരെ വർഷങ്ങൾക്ക് ശേഷം 5ാമത്തെ കുഞ്ഞതിഥി വരാൻ പോകുന്നു. 2ാമത്തെ മകൾ ദിയാകൃഷ്ണയുടെ കുഞ്ഞ് പിറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കവേ ഒരു വലിയ വെല്ലുവിളിയിലൂടെ കടന്നുപോയവരാണ് സിന്ധുവും കൃഷ്ണകുമാറും അവരുടെ മക്കളുമടങ്ങിയ കുടുംബം. ദിയാകൃഷ്ണയുടെ കടയിൽ സംഭവിച്ച സാമ്പത്തിക തട്ടിപ്പിൽ ഉണ്ടായ കേസും വെല്ലുവിളികളും വാർത്തയിലൂടെ പൊതുജനം അറിഞ്ഞതാണ്. അഹാന, ദിയ, ഇഷാനി, ഹൻസികമാരുടെ കുട്ടിക്കാലത്ത് അവർ 4 പേർക്കുമായി ധരിക്കാൻ ഒരു കുഞ്ഞുടുപ്പുണ്ടായിരുന്നു. സിന്ധുവിന്റെ അച്ഛൻ മൂത്ത മകൾക്ക് സമ്മാനിച്ച ആ വസ്ത്രം സൂക്ഷിച്ചു വെച്ച് അഹാനയേക്കാൾ 10 വയസ്സ് പ്രായക്കുറവുള്ള ഏറ്റവും ഇളയ അനുജത്തി ഹൻസിക വരെയുള്ളവർ ധരിച്ചു. ഈ വേഷം ഇപ്പോഴും ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ദിയയുടെ കുഞ്ഞിനും ധരിക്കാൻ കിട്ടുമോ എന്ന് കണ്ടറിയണം. എന്നാൽ അമ്മയും കുഞ്ഞും കുട്ടിക്കാലത്ത് ധരിച്ച ഒരുപോലത്തെ കുപ്പായമായി മാറും ഇത്. ഭാര്യയും അമ്മയുമായുള്ള ഘട്ടങ്ങൾ താണ്ടിയ സിന്ധുകൃഷ്ണ ഇനി അമ്മൂമ്മയാവാനുള്ള തയ്യാറെടുപ്പിലാണ്. 50കളുടെ തുടക്കം മാത്രമേ ആയുള്ളൂ എങ്കിലും വളരെ നേരത്തെ വിവാഹം ചെയ്ത സിന്ധു ഇനി അമ്മൂമ്മയുടെ റോളിലേക്കും ഒരു സൂപ്പർ ഗ്രാൻഡ്മയായി മാറുന്നത് കാണാം. അമ്മ എന്ന നിലയിൽ മക്കൾക്കായി ഉഴിഞ്ഞുവെച്ച ജീവിതമായിരുന്നു സിന്ധുവിന്റേത് എന്നതിന് കൃഷ്ണകുമാറും മക്കളും സാക്ഷ്യം. ഏത് തിരക്കിലും മക്കൾ 4 പേർക്കും കുറവുകൾ ഉണ്ടാവരുത് എന്ന നിർബന്ധമാണ് സിന്ധുവിനെ എല്ലായിടത്തും ഓടിയെത്താൻ പ്രേരിപ്പിച്ചത്. മകൾ ദിയാകൃഷ്ണ ഗർഭിണിയായ വേളയിൽ മകളെ അക്ഷരാർത്ഥത്തിൽ നാലുപാട് നിന്നും പരിചരിക്കാൻ ആളുള്ള ഇടമായിരുന്നു സിന്ധുവിന്റെയും കൃഷ്ണകുമാറിന്റെയും സ്ത്രീ വീട്. 3 സഹോദരിമാരും അമ്മയും എപ്പോഴും ഓസി എന്ന് വിളിക്കുന്ന ദിയയുടെ ചുറ്റും ഏതൊരാവശ്യത്തിനും ഉണ്ടായിരുന്നു. മക്കളായ ദിയാകൃഷ്ണയും അഹാനകൃഷ്ണയും അവരുടെ ഫിറ്റ്നസിന്റെ കാര്യത്തിൽ ജിം പരീക്ഷണങ്ങൾക്ക് മുതിർന്നവരാണ്. നന്നേ മെലിഞ്ഞിരുന്ന ഇഷാനി നല്ലൊരു ഡയറ്റ് പ്ലാനും വർക്കൗട്ടും കൊണ്ട് ആരോഗ്യവും ശരീരഘടനയും മെച്ചപ്പെടുത്തിയെടുക്കുകയായിരുന്നു. എന്നാലിതാ പ്രായത്തെ ഗൗനിക്കാതെ ജിമ്മിലേക്ക് സിന്ധു കൃഷ്ണയും വന്നു ചേരുന്നു. ഒരു മാറ്റത്തിനായി തയ്യാറെടുത്തു കഴിഞ്ഞു എന്ന് സിന്ധു കൃഷ്ണ. ഈ യാത്ര കഠിനമായിരിക്കുമെന്നും സിന്ധു കൃഷ്ണ ക്യാപ്ഷനിൽ പറയുന്നു.